രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷികോത്സവത്തിന് എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും സച്ചിയെക്കുറിച്ച് രേവതിയെക്കുറിച്ച് പറയാൻ പറയുമ്പോൾ എല്ലാവരും സച്ചിയെ കളിയാക്കിയാണ് പറയുന്നത്. സച്ചി എൻ്റെ അടുത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവാർഡ് കൊടുക്കണം രേവതിക്ക് എന്നെല്ലാമാണ് പറയുക. സച്ചിയുടെ അച്ഛൻ മാത്രം പറയുന്നുണ്ട് സച്ചിയുടെ വിവാഹ ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് കണ്ടുപഠിക്കണമെന്നുണ്ടെങ്കിൽ സച്ചി രേവതിയെയാണ് കണ്ടുപഠിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നാളത്തെ സീനിൽ വന്നിട്ട് അമ്മായിയമ്മ എങ്ങനെയാണ് സച്ചിയെക്കുറിച്ച് പറയണതെന്നാണ്. ഇത് ഫോട്ടോ വന്നിട്ട് ശ്രീകാന്തും വർഷയും സച്ചിക്കും രേവതിക്കും കൊടുക്കുന്ന ഗിഫ്റ്റാണ്. വർഷയുടെ അമ്മ ഒരു 2 സ്വർണ്ണ വള കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് രേവതിക്ക് ഇടാനായിട്ട്, കല്യാണ വാർഷികോത്സവത്തിൻ്റെ ഗിഫ്റ്റായിട്ട്. പക്ഷേ രേവതി ആ വള കൊണ്ടുപോയി അതുപോലെ വർഷയുടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വളകൾ എന്നെക്കാളും കൂടുതൽ നിനക്കാ ചേരുക. എനിക്ക് സ്വർണ്ണ താലിമാല ഉണ്ട് സച്ചിയേട്ടൻ മേടിച്ചു തന്നത്. അത് എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ കഴുത്തിൽ കിടക്കണമെന്നാണ് ആഗ്രഹം. അതിൽ കൂടുതൽ സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് നടക്കേണ്ട ആഗ്രഹമൊന്നും എനിക്കില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ എല്ലാവരും കേക്ക് കട്ടിങ്ങിന് പോയി കേക്കെല്ലാം കട്ടാക്കിയിട്ട് വർഷയുടെ അമ്മ അതുപോലെ മടങ്ങി പോകുന്നുണ്ട്. ചൂടാണെന്നൊക്കെ പറഞ്ഞ് അവിടെ അവർ കുറച്ച് കാണിക്കാനും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. സെൻട്രലൈസ്ഡ് AC വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നിടാം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവരുടെ വർഷയുടെ ബെഡ്റൂമിലൊക്കെ AC ഉണ്ടല്ലോ, ഇവിടെയല്ലേ ഇല്ലാതുള്ളൂ, ഹാളിൽ AC ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നമ്മളത് അഡ്ജസ്റ്റ് ആക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായി മാറുന്നുണ്ട്.